പലവിധ വാർത്തകൾക്ക് മുൻപിൽ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടു പോവുകയാണ് മലയാള മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്നും പേജിൽ നിന്നും ദൃശ്യമികവുകളിൽ നിന്നൊക്കെ. അത്രമേൽ ഭയാശങ്കകളോട് കൂടി ഒരു ജനത ഇപ്പോഴും അവിടെ വസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മളെ അതിശയിപ്പിക്കുകയോ ചിന്തിപ്പിക്കുകയോ ഒക്കെ വേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തലാകാം എന്നതിനോട് ഹമാസ് അനുകൂലം പ്രകടിപ്പിച്ചപ്പോൾ വേണ്ട, ഞങ്ങൾ യുദ്ധം തുടർന്നോളാം എന്ന കയ്യൂക്കിൻ്റെ ബലത്തിലുള്ള ഒരു മറുപടിയാണ് ഏറ്റവും അവസാനമായി ഇസ്രയേൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയുടെ 70% പ്രദേശവും ഇസ്രയേൽ അവരുടെ അധീനതയിലുള്ള സ്ഥലമായി പ്രഖ്യാപിക്കാതെ കൈയടക്കി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കാത്തു നിൽക്കുന്ന ആളുകൾ എന്നില്ല, അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പ് എന്നില്ല, ആശുപത്രി എന്നില്ല. ഇവരുടെ കണ്ണിൽ സാധാരണക്കാരെല്ലാം അവിടെ കൊല്ലപ്പെടുമ്പോൾ അത് ഹമാസിനെ തകർക്കുക എന്ന ഒരൊറ്റ വാദത്തിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൊന്നു തീർത്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ അന്താരാഷ്ട്ര ചട്ടങ്ങളും മറികടന്നു എന്ന് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ പോലും ഈ അന്താരാഷ്ട്ര ചട്ടങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു തരത്തിലുള്ള മടുപ്പ് ഇപ്പോൾ ഈ ഒരു വിഷയത്തോട് വന്നു തുടങ്ങിയിരിക്കുകയാണ്. 2 തരത്തിലാണ് മടുപ്പുള്ളത്. ഒന്ന്, ആളുകളെ ഇങ്ങനെ പച്ചക്ക് കൊല്ലുന്നത് കണ്ട് ഈ ആധുനിക കാലത്ത് AI യുഗത്തിലും മനുഷ്യനിങ്ങനെ കുഞ്ഞുങ്ങളുടെ മരണവും കണ്ണീരും അവരുടെ ചോരയിൽ കുളിച്ച രംഗങ്ങളും ഒക്കെ കണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമേൽ ഭയാനകമായ അല്ലെങ്കിൽ അത്രമേൽ ഭീതിതമായ ഒരു അവസരത്തിലേക്ക് അവർ പോകുന്നു. 2, ഇത് കണ്ടിട്ടും മനസ്സലിവില്ലാത്ത തരത്തിൽ ഇതൊരു വിഷയമേ അല്ലാതായി പോയിട്ടുള്ള പാശ്ചാത്യ സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ് മറ്റൊന്ന്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പാശ്ചാത്യ അനുകൂല മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പാശ്ചാത്യ ഭരണകൂടങ്ങൾ, ഭരണാധികാരികൾ, ഇവർക്ക് ഇപ്പോഴും ഗസയിലെ മനുഷ്യരെ അവർ മനുഷ്യരായിട്ട് തന്നെ കാണുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയ്ക്കാണ് ഇസ്രയേലിൻ്റെ ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 800-ലധികം അഭിഭാഷകരും അക്കാദമിക് വിദഗ്ധരും വിരമിച്ച മുതിർന്ന ജഡ്ജിമാരും ബ്രിട്ടനോട് ഇസ്രയേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് UK സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മാതൃകാപരമായ ഒരു വാർത്തയാണ്. അടിസ്ഥാനപരമായ അന്താരാഷ്ട്ര ബാധ്യതകൾക്കനുസൃതമായി പ്രവർത്തിക്കാനും ഇസ്രയേൽ സർക്കാരിനും മന്ത്രിമാർക്കും മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും മറ്റ് നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ഇവരിപ്പോൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. UK ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വംശഹത്യ തടയുന്നതിനും ഇസ്രയേലിന് ആവശ്യമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നിവർ മുന്നോട്ട് വെക്കുകയാണ്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനം ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും നിയമപരമായി തങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ ന്യായ നടപടികളും സ്വീകരിക്കാൻ രാജ്യങ്ങൾ തയ്യാറാകണമെന്നും ഇവർ മുന്നോട്ട് വെക്കുന്നു. UK ഇതുവരെയുള്ള നടപടികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ അഭിസംബോധന ചെയ്ത കത്തിൽ ഒപ്പിട്ടവർ പറയുകയാണ്. ഗസയിൽ വംശഹത്യ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞത് വംശഹത്യ നടക്കുവാനുള്ള ഗുരുതരമായ അപകടാവസ്ഥയുണ്ട് എന്ന് അവർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇസ്രയേൽ ഇപ്പോൾ ഗസയിൽ അനുവദിച്ചിരിക്കുന്ന പരിമിതമായ സഹായം, ഭക്ഷണം, മെഡിക്കൽ സാധനങ്ങൾ, മനുഷ്യജീവിതത്തിന് അത്യാവശ്യമായ വസ്തുക്കൾ എന്നിവ 11 ആഴ്ചത്തെ ഉപരോധമുണ്ടാക്കിയ മാനുഷിക ദുരന്തത്തെ ഇല്ലാതാക്കാൻ ഒട്ടും പര്യാപ്തമല്ല എന്നും ഈ 800-ലധികം അഭിഭാഷകരും സാംസ്കാരിക പ്രവർത്തകരും അധ്യാപകരും മുതിർന്ന ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പിട്ട ഈ ഒപ്പ് ശേഖരണത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ ഒരേ സമയം സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു. ഗസയിലെ ജനങ്ങളെ ഗസ മുനമ്പിലെ ചെറിയ പ്രദേശങ്ങളിലേക്ക് നിർബന്ധിതമായും സ്ഥിരമായും മാറ്റിപ്പാർപ്പിക്കാനും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം നിർബന്ധിക്കുവാനുമുള്ള ഇസ്രായേലിൻ്റെ 2025 മെയ് പദ്ധതി അന്താരാഷ്ട്ര മാനുഷിക നിയമം, അന്താരാഷ്ട്ര ക്രിമിനൽ നിയമം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം എന്നിവയുടെ ഗുരുതരമായ ലംഘനമാണ് എന്നും ഒപ്പിട്ടവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം മുതിർന്ന ഇസ്രായേലി മന്ത്രിമാർ ഗസ മുനമ്പിൻ്റെ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കാനും ഹമാസ് നശിപ്പിക്കപ്പെടുന്നതുവരെ ആക്രമണം തുടരാനും
ആവശ്യം ഉന്നയിച്ചു രംഗത്ത് വന്നു എന്നതും ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒന്നാണ്. കൂടാതെ മുനമ്പിൽ അവശേഷിക്കുന്നവരെ തുടച്ചു നീക്കണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്രയേൽ ഗാസയെ ഉന്മൂലനം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ അവർക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ആ തീരുമാനങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ആര് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ വന്ന് സൽമാൻ രാജാവുമായും ഫൈസൽ രാജാവുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വെറുപ്പും അല്ലെങ്കിൽ അതിൻ്റെ പക കൂടി തീർക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് മുകളിലാണ്. ഈ രീതിയിലേക്ക് ഇസ്രയേൽ ആ ജനതയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് മുൻപിൽ നമ്മുടെ പത്രത്താളുകളുടെ മുൻപേജുകളിൽ നിന്ന് ഗസ ഒരു 2 വരി വാർത്തയായി നമ്മുടെ ഉൾപേജുകളിലേക്കൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നുണ്ട്, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നില്ലേ, അതല്ലെങ്കിൽ മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ലേ, അവിടെയും യുദ്ധം തന്നെയല്ലേ, യുദ്ധമാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ് എന്നൊക്കെയാണ് പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ ഏറ്റെടുത്താൽ ആയുധശക്തിയിലെ 2ാമനോ അതല്ലെങ്കിൽ ആയുധശക്തിയിലെ 15ാമനോ 16ാമനോ ഒക്കെയാണ് ഈ പറയപ്പെടുന്ന ഉക്രൈൻ. പക്ഷെ ഗസക്ക് എന്തുണ്ട്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഗസക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. ഒരു മനുഷ്യരാണ്, അവരുടെ കയ്യിൽ കല്ലും ആയുധങ്ങളില്ലാത്ത ഒരു ജനതയാണ്. ആ ജനതയ്ക്ക് മേലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ടെക്നിക്കൽ ബലമുള്ള സാങ്കേതിക സായുധ ആൾബലവും തിണ്ണബലവും എണ്ണബലവും ഒക്കെയുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന ക്രൂര പൈശാചിക രാഷ്ട്രത്തിൻ്റെ ഒരു സംവിധാനം വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇവർ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവർ തന്നെ പറഞ്ഞ് നിങ്ങൾ ഏത് യുദ്ധത്തിനാണെന്നുണ്ടെങ്കിലും ശത്രുവിനെ പോലും ആക്രമിക്കില്ല എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ശത്രു ആക്രമിക്കപ്പെടില്ല എന്നത് ആ യുദ്ധത്തിൻ്റെ മര്യാദയാണ്. ആ മര്യാദ പോലും ഇസ്രയേൽ അവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ പറയുന്നു ഇന്ന സ്ഥലത്തേക്ക് ആളുകൾ പോകണം, അവിടെ ആക്രമണം ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങൾ അവിടേക്ക് പോകും, അവിടെ പോയിട്ട് അവർ ബോംബിടും. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർ തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ലോകത്തിന് ഇപ്പോൾ മടുപ്പ് വന്നിട്ടുണ്ട്. ലോകം ഇടപെടും, ശക്തമായിട്ട് ഇടപെടുമെന്ന് തന്നെയാണ് മനുഷ്യത്വമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മനുഷ്യത്വമില്ലാത്തൊരു ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യത്വം എന്നത് പ്രകൃതിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെ പ്രകൃതി സത്യമാണ്. ആ സത്യം മറക്കാനോ ആ സത്യത്തിൽ നിന്ന് പിറകോട്ട് പോകാനോ ഒന്നും സാധ്യമല്ല എന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.